നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, ഞാൻ പറഞ്ഞു ഈ കുറ്റം ഞാനാണ് ചെയ്തതെന്ന്. അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണെന്ന്. എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് സർ. നിയമത്തിന്റെ വഴിയെ പോയേ പറ്റൂ. സർ, അവള് കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ സർ. കുറ്റവാളികൾ ആരും ആദ്യം കുറ്റം സമ്മതിക്കാറില്ല. ശക്തമായ തെളിവുകളും മോട്ടീവും മതി അവരെ അറസ്റ്റ് ചെയ്യാൻ. കുറ്റം വഴിയെ സമ്മതിച്ചോളും. സർ, വെറും സംശയത്തിന്റെ പേരിൽ കേസ് അവൾക്കെതിരെ തിരിക്കരുത്. കല്യാണ പ്രായത്തിയ ഒരു പെൺകുട്ടിയല്ലേ അവള്. സാറിന് ഉണ്ടാവില്ലേ ഒരു മകള്? ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനങ്ങൾ തകർന്ന പിന്നെ എന്താ ഉണ്ടാവുമെന്ന് സാറിന് ഊഹിച്ചൂടെ? സത്യത്തിൽ എന്റെ മകൾ ഈ കേസിൽ ഒരു ഇരയാണ്. അങ്ങനെ ഒരു പരിഗണന അവൾക്ക് കൊടുക്കണം. സർ, കാൽക്കൽ വീണുള്ള അപേക്ഷയാണ്, ഒന്ന് പരിഗണിക്കണം. നിങ്ങൾക്ക് ഈ കേസിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പോലീസിന് എന്തായാലും ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ദുരൂഹതകൾ നിറഞ്ഞ കേസാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എല്ലാത്തിനും ഒടുവിൽ എന്റെ മകൾ നിരപരാധിയാണെന്ന് സാറിന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ തിരിച്ചു കിട്ടാത്ത വിധം മാനവും അഭിമാനവും ഒക്കെ അതിനകം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഇല്ലേ സർ? നിങ്ങള് ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് നടക്കില്ല. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഒരു അപേക്ഷയാണ്. സാർ അത് ഗൗരവത്തിലെടുക്കണം. പറയൂ. എന്റെ മകളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഞാനാ അവനെ ആക്രമിച്ചത്. അവനെ കുത്തി മുറിവേൽപ്പിച്ച ആള് ഞാനാണ്. ഒരു അമ്മയായ ഞാൻ സ്വന്തം മകളെ കൺമുമ്പിൽ വെച്ച ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ പ്രതികരിച്ചു. ഏതൊരു അമ്മയും അച്ഛനും ചെയ്യുന്നൊരു കാര്യമാണത്. സാറിന്റെ മകനെയോ മകളെ ഉപദ്രവിക്കുന്നത് സാറ് കണ്ടു നിൽക്കോ? പറയൂ സർ. ഇതൊരു മർഡർ കേസാണ്. നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവത്തോണ്ടാ. ഇതൊരു മർഡർ കേസ് ആണെങ്കിൽ തന്നെ ആ കുറ്റം ഞാൻ ഏറ്റോളാം. കുറ്റം ചെയ്യാത്ത എന്റെ മോളെ വെറുതെ വിടണം സർ. എന്നെ അറസ്റ്റ് ചെയ്യ. നിങ്ങൾ വെറുതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇപ്പൊ ഞങ്ങൾ പോവാ. എല്ലാ എവിഡൻസുമായി ഞങ്ങൾ വരും. അപ്പൊ തീരുമാനിക്കാം അമ്മയെ അറസ്റ്റ് ചെയ്യണോ മോളെ അറസ്റ്റ് ചെയ്യണോന്ന്, അതോ രണ്ടുപേരെയും കൂടെ അറസ്റ്റ് ചെയ്യണോന്ന്. മോളെ, പോലീസുകാര് പോയി. ഇനിയെങ്കിലും മോളൊന്ന് സമാധാനപ്പെട്. മോള് ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. ഇല്ല മുത്തശ്ശ, ഈ പ്രശ്നം അങ്ങനെയൊന്നും തീരില്ല. ഇത് നമ്മുടെ കുടുംബം തന്നെ തകർക്കും. അങ്ങനെ ഒന്നും പറയാതെ. ഈ നാട്ടില് നീതി, നിയമം, കോടതിയൊക്കെയുണ്ട്. നമുക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കും. നിയമ പോരാട്ടം നടത്തേണ്ടി വന്ന മുത്തച്ഛന് അതിനൊരു മടിയുമില്ല. ഏതറ്റം വരെയും മുത്തച്ഛൻ പോവും. ഈ പ്രായത്തിലും അങ്ങനെ ഒരു ഭാരം മുത്തച്ഛന്റെ തലയിൽ എടുത്തു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയല്ലേ ഏറ്റവും തകർന്നു പോകേണ്ടത്. എല്ലാം ധൈര്യത്തോടെ നേരിടാൻ അമ്മ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ശരിക്കും പറഞ്ഞ മോളാണ് അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത്. തെറ്റ് ചെയ്തത് ഞാനല്ലേ. ഞാൻ ചെയ്ത കുറ്റത്തിന് മറ്റാരും ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത്. ഈ കുടുംബത്തിന് എന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അമ്മ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വെച്ച് അമ്മയെ കൂടെ വിഷമിപ്പിക്കാതെ സമാധാനമായിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ കുറച്ചേരം കിടന്നുറങ്ങ്. മനസ്സ് നേരെയായിക്കൊള്ളു. ഞാനാ വിവേകനെ കൊന്നത്. ഈ കൈ കൊണ്ട് ഞാനാ അവനെ കുത്തിയത്.
ഞാൻ സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആവാൻ പോവാ. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മോളെ മോളെ വീടെന്നെ. നിന്നോട് പറയുന്നത് കേൾക്ക്. മുത്തശ്ശൻ എന്നെ തടയരുത്. ഞാൻ പോകും. നീ എങ്ങോട്ടും പോവില്ല. എനിക്ക് പോണം. ഞാൻ പോകും. മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാനാ പറയുന്നത്. ഇരിക്കാൻ. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി നീ ചെന്ന് കുറ്റമേൽക്കാൻ പോകുന്നു. അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യാറായിട്ടില്ല നീ. സത്യം എന്താന്ന് മുത്തശ്ശൻ അറിയില്ലല്ലോ. അതുകൊണ്ടാ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ നടന്നെന്ന് മുത്തശ്ശൻ അറിയണം. ഞാനത് പറയാം. നീരജേ, നീ ഇനി ഒന്നും പറയണ്ട. മുത്തശ്ശന് സ്വസ്ഥത കൊടുക്കില്ലേ നീ? അമ്മ ഇവിടെ നടന്നത് എന്താന്ന് മുത്തശ്ശനോട് ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. നീ പറഞ്ഞിട്ട് വേണോ മുത്തശ്ശൻ അത് അറിയാൻ? അല്ലാതെ തന്നെ മുത്തശ്ശൻ എല്ലാം അറിയാം. ഇല്ലമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേ, നിന്റെ സമനില ആകെ തെറ്റിയിരിക്കുക. എന്ത് പറയണേ എന്ത് ചെയ്യണോന്ന് ഒരു ബോധവും ഇല്ല നിനക്ക്. ദേ, നീ ഇങ്ങോട്ട് വന്നേ. വാ, വരാൻ. മോൾ എന്തിനാ മുത്തശ്ശനോട് അതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയത്? സത്യം എന്താണെന്ന് മുത്തശ്ശനും അറിയാൻ വേണ്ടിയാ. അതറിഞ്ഞ മുത്തശ്ശൻ സന്തോഷിക്കുമെന്നാണോ നീ കരുതിയത്? മുത്തശ്ശൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ. കുറ്റം ചെയ്തത് ഞാനല്ലേ. എന്റെ അമ്മ എന്തിനാ ബലിയാടാവുന്നത്? അമ്മയുടെ കാര്യം ഓർത്ത് മോൾ എന്തിനാ ടെൻഷൻ ആവുന്നത്? അമ്മയ്ക്ക് ഇതെല്ലാം നേരിടാൻ പറ്റും. ഏത് കാര്യത്തിനും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുവെന്നല്ലാതെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ത്രാണിയൊന്നും നിനക്കില്ല മോളെ. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ പോലീസുകാരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കില്ല. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പൂട്ടിക്കുന്നത്? അമ്മയെ ഞാൻ ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ. സങ്കടങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ തന്നിട്ടില്ല. ഈ പുകഞ്ഞ കുളിയെ പുറത്തെറിഞ്ഞ് കളഞ്ഞൂടെ അമ്മ? മോളെ, എല്ലാ കാര്യങ്ങൾക്കും അമ്മ കൂടെ വേണമെന്ന് ശാഠ്യം പിടിച്ച് എപ്പോഴും എന്നെ ചുറ്റും പറ്റി നിന്നിരുന്ന ആ കൊച്ചു കുഞ്ഞ നീ എനിക്കിപ്പോഴും. നീ ചെയ്തിട്ടുള്ളതൊക്കെ ഒരു കുട്ടി കുറുമ്പായിട്ടേ ഞാൻ കണക്കിലെടുത്തിട്ടുള്ളൂ. മോള് സമാധാനായിട്ടിരിക്കും. എന്തിനും ഏത് സാഹചര്യത്തിലും അമ്മ മോൾക്കൊപ്പം തന്നെ ഉണ്ടെന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചു. അമ്മ ഒരു കാര്യം പറഞ്ഞ മോളത് അക്ഷരം പ്രതി അനുസരിക്കണം. അന്ന് ഇവിടെ നടന്ന സംഭവങ്ങളുടെ സത്യം എന്താണെന്ന് നമുക്ക് രണ്ടാൾക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. അത് മറ്റൊരാളോടും മുത്തശ്ശനോട് പോലും ഒരു കാരണവശാലും പറഞ്ഞു പോകരുത്. സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നിയമത്തിന് സത്യമല്ല വേണ്ടത്, തെളിവുകൾ മാത്രമാണ്. ഈ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വഴിയിലൂടെ തന്നെ നമ്മൾ പോവും. Excuse me, may I come in, sir? Come in. Sir. ഇരിക്കൂ. വിവേകിന്റെ ഫോണിലെ വോയിസ് മെസ്സേജിന്റെയും കോൾ റെക്കോർഡ്സിന്റെയും ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതാ, ഏറ്റവും കൂടുതൽ കോളുകളും പിന്നെ ചാറ്റിങ്ങുകളും നടന്നിട്ടുള്ളത് നീരജയുമായിട്ട് തന്നെയാണ്. അവർ തമ്മിൽ അവിഹിതമായ അടുപ്പുണ്ടെന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഫോണിലേക്ക് വന്ന അവസാനത്തെ കോളും നീരജയുടെ തന്നെയാണ്. അത് ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കോളുകളിൽ നിന്ന് എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? ഏതോ ഒരു വസ്തു തിരിച്ചേൽപ്പിക്കുന്നത് സംബന്ധിച്ച് തർക്കം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. വസ്തു എന്താണെന്ന് വ്യക്തമാവുന്നില്ല.